മലപ്പുറം കാടാമ്പുഴയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് വീണ് 2 പേർക്ക് ദാരുണാന്ത്യം. മാറാക്കര സ്വദേശിയായ ഹുസൈൻ, മകൻ ഫാരിസ് അൻവർ എന്നിവരാണ് മരിച്ചത്. വിപിൻ സി വിജയൻ സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങളുമായുണ്ട്. വിപിൻ, ഈ അപകടമുണ്ടായത് എങ്ങനെയാണ്? കൈവരി ഇല്ലാത്ത കിണറാണെന്ന് തോന്നുന്നു അല്ലേ? അനുജ, ഈ പെരുന്നാൾ ദിനത്തിൽ നാടിനെ ദുഃഖത്തിലാഴ്ത്തി, മാറാക്കരയാകെ ദുഃഖത്തിലാഴ്ത്തിയാണ് ഈ ഒരു സ്കൂട്ടർ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇത് മാറാക്കര കീഴ്മുറി എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇറക്കത്തിൽ നിന്ന് സ്കൂട്ടർ വന്ന് ഇതാ ഈ കാണുന്ന കിണറിലേക്ക് പതിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മതിൽ ഇടിച്ച് തകർത്താണ്. ഇതിന് ആൾമറയൊക്കെയുള്ള കിണറാണ്, പക്ഷെ താഴത്തായിട്ടാണ് ഈ കിണറുള്ളത്. അപ്പോൾ ഈ കിണറിലേക്ക് ഈ മതിൽ തകർത്ത് സ്കൂട്ടറും ഒപ്പം അതിലുണ്ടായിരുന്ന യാത്രികരും വീഴുകയായിരുന്നു. ഹുസൈൻ, അതുപോലെ തന്നെ ഹാരിസ് ബാബു എന്നിവരാണ് മരിച്ചത്. അച്ഛനും മകനുമാണ്. ഇവിടെ പെരുന്നാൾ ദിനത്തിൽ ഹുസൈന്റെ ഉമ്മയെ കണ്ടതിന് ശേഷം സ്വന്തം വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ, അവിടേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി എടുത്തു പറയണം. കാരണം ഇതൊരു ഇറക്കമാണ്. ആ ഇറക്കത്തിൽ നിന്ന് വാഹനത്തിൽ നേരെ വന്ന് അവിടെ നിന്ന് ഈ സ്കൂട്ടറിന് നിയന്ത്രണം തെറ്റുകയായിരുന്നു. അങ്ങനെ നിയന്ത്രണം തെറ്റി നേരെ ഈ മതിലിലേക്ക് എടുക്കുകയും ഇതിന് തൊട്ട് താഴെയുള്ള കിണറിലേക്ക് പതിക്കുകയുമായിരുന്നു. ഇവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷിയെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന ആൾ കൂടിയുണ്ട്. എന്താ സംഭവിച്ചത്? പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് വന്ന് സ്കൂട്ടർ അവിടെ നിന്ന് നേരെ വരുന്നത് കണ്ടേ. അതിൽ 2 പേരുണ്ട്. അതിൽ ആ സ്കൂട്ടറിൽ 2 പേരും എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കി. അത് തൊട്ടടുത്ത ഒരു കുട്ടി നേരെ പാസ് ചെയ്ത അതിൻ്റെ ബാക്കിൽ വന്നിട്ട് അത് ഇടിച്ചത്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒന്ന് സ്ലോവിലാണെന്നാണ് ആ കുട്ടിക്ക് ഇടിച്ചിരുന്നു. ആ കുട്ടിയെ സ്കൂട്ടിയെ കൊണ്ടുവരികയാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ കിണറ്റിൽ ഇവിടെ ആരും കാണില്ല. വണ്ടി, കല്ല്, ആളും ഇത് പോയിരുന്നു. പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ആളുകളെല്ലാവരും ഇവരെല്ലാം ഓടി വന്ന് പുറത്ത് എടുത്തു അല്ലേ? പുറത്തും കുറേ എത്ര ആളുണ്ടായിരുന്നു. എല്ലാവരും നല്ല അധ്വാനം വേണ്ടത് ശ്രമിച്ചാണ്, വേണ്ട മാതിരി. അതെ, ഇവിടെ നിന്ന് 2 പേരെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. അങ്ങനെ മാറ്റി, പക്ഷേ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ഏകദേശം ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. 65 വയസ്സായിരുന്നു ഹുസൈന്, 30 വയസ്സായിരുന്നു മകൻ ഹാരിസ് ബാബുവിനെ. 2 പേരും കിണറ്റിലേക്ക് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുണ്ടെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളായിരുന്നു പ്രതീക്ഷ. പക്ഷേ അത് ഉണ്ടായില്ല. ഈ കാണുന്ന കിണറിലേക്കാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഇവിടെ ഒരു 4-5 അപകടം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ മരണം സംഭവിക്കുന്നത് ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ്. ഇത് മറക്കര കീഴ്മുറി എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ബൈക്ക് അത് പിന്നീട് ഫയർഫോഴ്സ് എത്തി. അതായത് ഈ 2 പേരെയാണ് ആദ്യം ഇവിടുത്തെ നാട്ടുകാർ ചേർന്ന് ഫയർഫോഴ്സ് എത്തുന്നതിന് മുൻപ് തന്നെ അവരെ പുറത്തെടുക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതിനുശേഷം മലപ്പുറത്തുനിന്നും തിരൂരിനും ഒക്കെ ഫയർഫോഴ്സ് എത്തിയാണ് പിന്നീട് ഈ സ്കൂട്ടർ കിണറിൽ നിന്ന് പുറത്തേക്കെടുത്തത്. വീട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറിലാണ് ഈ അപകടം ഉണ്ടാവുകയും ഇപ്പോൾ 2 ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അനുജ, മലപ്പുറം കാടാമ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് വീണാണ് 2 പേർക്ക് ദാരുണാന്ത്യം ഉണ്ടായത്. അച്ഛനും മകനുമാണ് മരിച്ചത്. മാറാക്കര സ്വദേശി ഹുസൈൻ, മകൻ ഫാരിസ് അൻവർ എന്നിവരാണ് മരണമടഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.